നിതിൻ രാജിന്റെ മരണം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ കാഞ്ഞങ്ങാട്ട് പൂർണ്ണം. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച BDS വിദ്യാർത്ഥി നിതിൻ രാജിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ കാസർഗോഡ് ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ലെങ്കിലും മലയോര മേഖലയിൽ ശക്തമായിരുന്നു. ഇതിൽ പ്രധാനമായും പാണത്തൂരിലായിരുന്നു ഹർത്താൽ കൂടുതൽ ശക്തമായത്. ഇവിടെ ഹർത്താൽ പൂർണ്ണമായിരുന്നു. കട കമ്പോളങ്ങളും മറ്റ് സ്ഥാപനങ്ങളൊന്നും തുറന്ന് പ്രവർത്തിച്ചില്ല. പാണത്തൂർ കൂടാതെ പരപ്പ, രാജപുരം, കള്ളാർ ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിലും കടകൾ തുറക്കുവാൻ സാധിച്ചില്ല. പരപ്പയിൽ രാവിലെ പോലീസ് ഇടപെട്ട് ഒരു KSRTC ബസ്സിനെ കടത്തിവിട്ടെങ്കിലും പിന്നീട് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ബസ് ഞങ്ങൾ പോകാൻ പറ്റില്ല. അത് തന്നെയാണ് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പണിയാണ് ഇത്. നിങ്ങൾ അറസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ വിഷയം എന്നോട് ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ സഹായമാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചീമേനി, ചെറുവത്തൂർ ഭാഗങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുവാൻ ശ്രമിച്ചു. കാഞ്ഞങ്ങാട് സംസ്ഥാനപാതയിൽ പുതിയകോട്ട ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് സമീപം കൊടിയുമായി ബസ്സുകളും ലോറിയുമടക്കം വാഹനങ്ങൾ തടഞ്ഞ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചീമേനിയിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രാവിലെ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. പോലീസ് ഇടപെട്ടാണ് പിന്നീട് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചെറുവത്തൂരിൽ ഹർത്താൽ അനുകൂലികൾ യാത്രാവാഹനങ്ങൾ ഉൾപ്പെടെ തടഞ്ഞത് ഗതാഗത തടസ്സത്തിന് കാരണമായി. ഇത് ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിലുള്ള വാക്തർക്കത്തിനിടയാക്കി. സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കാഞ്ഞങ്ങാട്, കാസർഗോഡ് നഗരപ്രദേശങ്ങളിൽ ഹർത്താൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല. നഗരങ്ങളിൽ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. വാഹന ഗതാഗതം സാധാരണ നിലയിലുമായിരുന്നു.
നീലേശ്വരം, കാലിക്കടവ്, തൃക്കരിപ്പൂർ തുടങ്ങിയ ഭാഗങ്ങളിലും ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചില്ല. നിതിൻ രാജിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 52 ദളിത് ആദിവാസി സംഘടനകളുടെയും ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്യുക, രോഹിത് വെമുല നിയമം നടപ്പിലാക്കുക, നിതിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ഹർത്താൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.